യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമുക്കേവർക്കും അറിയാവുന്ന പോലെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ദൈവവചനം സംസാരിക്കുന്നത്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് വളരെയധികം പ്രധാനപ്പെട്ട വാക്യമാണ്. ഈ വാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റ് വേദഭാഗങ്ങളിലേക്ക് കടക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും ഇവിടെ ഈ റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പരാമർശിക്കുന്നതായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതായ ആ വലിയ സത്യത്തിൻ്റെ ആ ഒരു ചിന്ത നമുക്ക് ദാനിയേലിനെ കുറിച്ച് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഞാൻ ആ ഒരു കാര്യം എടുക്കാൻ കാരണം, ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ച ഒരു വ്യക്തി ദാനിയേലായിരുന്നു. അപ്രകാരമുള്ള ധാരാളം വ്യക്തികൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എങ്കിലും ദാനിയേലിനെയാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ദാനിയേലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നത്. ഇന്ന് നമ്മൾ ദാനിയേലിന്റെ ജീവിതത്തിൽ നടന്നതായ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ വളരെയധികം ആകർഷിക്കപ്പെടുന്നതും വളരെ ആത്മീക മൂല്യമുള്ളതുമായ ആത്മീക സത്യമുള്ളതുമായ ഒരു സംഭവത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടക്കാം. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബാബിലോണിയൻ സാമ്രാജ്യത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ വലിയൊരു പ്രത്യേകത, നമ്മുടെ ഭാരതം വരെ വിശാലമായി കടന്നതായ ഒരു സാമ്രാജ്യമായിരുന്നു ഈ ബാബിലോണിയ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ ബാബിലോണിയ സാമ്രാജ്യത്തിലെ വളരെയധികം പേരുകെട്ട ഒരു ചക്രവർത്തിയായിരുന്നല്ലോ നെബൂഖദ്നേസർ. ലോകത്തിലെ 7 മഹാ അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻ സ്ഥാപിച്ചത് ഈ ഒരു ചക്രവർത്തിയായിരുന്നു. അതുകൊണ്ട് ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ളതായ ഒരു പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. ആ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഈ ബൃഹത്തായ രാജ്യത്തെ ഭരിക്കണമെങ്കിൽ കേവലം ഒരു ചക്രവർത്തിക്ക് കൊണ്ട് മാത്രം കഴിയുന്നതായ കാര്യമല്ല. അതുകൊണ്ട് താൻ ചെയ്തതായ ഒരു കാര്യത്തെക്കുറിച്ച് 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പാൻ ദാരിയാവേശിന് ഇഷ്ടം തോന്നി. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു രാജ്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ഭരണക്രമം നടപ്പിലാക്കി വന്നപ്പോൾ 3 അധ്യക്ഷന്മാർ, അതായത് 120 പ്രധാന ദേശാധിപതികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായി 3 പേരെ, എൻ്റെ ചിന്ത ഒരു 40 കൂട്ടം വീതമുള്ളതായ ദേശത്തെ ഒരു അധിപന്റെ കീഴിൽ ആക്കിയിട്ട് അങ്ങനെ 3 അധ്യക്ഷന്മാരെ കൽപ്പിച്ചാക്കി. അതിൽ ഒരാൾ ഈ ദാനിയേലായിരുന്നു. പക്ഷെ ഈ 3 അധ്യക്ഷന്മാരിൽ വെച്ച് ഏറ്റവും അധികം സ്വാധീനമുള്ളതായ, ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി ദാനിയേലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വ രാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അപ്പോൾ നോക്കണേ, ദാനിയേൽ വളരെ വ്യത്യസ്തത ഉള്ളവനായി തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതേ ഒരു ചിന്തയാണ് സംസാരിപ്പാനിടയായി തീർന്നത്. ദൈവകൃപ ദാനിയേലിന്റെ മേൽ വന്നപ്പോൾ ദാനിയേൽ വ്യത്യസ്തനായിട്ട് മാറി. എന്തുകൊണ്ടാണ് ദൈവകൃപ ദാനിയേലിന്റെ മേൽ വന്നത്? കാരണം ദാനിയേൽ ദൈവത്തെ സ്നേഹിച്ചു. അതാണ് നമ്മൾ റോമർ 8:28 വായിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക. അതേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടു എന്നുള്ള ആ ഉറപ്പിന്മേൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം തൻ്റെ കൃപകളാൽ നമ്മെ നിറയ്ക്കുകയും അനേകരുടെ മുമ്പാകെ ദൈവം നമ്മെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാക്കി അതേ ദേശത്തെ സ്വാധീനിക്കുന്നതായ, ലോകത്തെ സ്വാധീനിക്കുന്നതായ, അതേ അനേകരെ രൂപാന്തരപ്പെടുത്തുന്നതായ ഉപകരണങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്നിട്ട് നമ്മൾ തുടർന്ന് അങ്ങോട്ട് കടന്നു വരുമ്പോൾ വായിക്കുന്നതായി പ്രധാനപ്പെട്ട കാര്യം, മറ്റ് 2 അധ്യക്ഷന്മാർക്കും അതേപോലെ തന്നെ 120 ദേശാധിപതികൾക്കും ദാനിയേലിനോട് വളരെയധികം അസൂയ തോന്നുവാൻ ഇടയായി തീർന്നു.
കാരണം അവരുടെ എല്ലാവരുടെയും കഴിവുകൾക്ക് മീതെ ഉന്നതമേറിയ കഴിവുകളും, അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ വായിച്ച പോലെ ഒരു ഉത്കൃഷ്ട മാനസൻ എന്നവണ്ണം പേരെടുക്കുവാൻ തക്കവണ്ണം ദാനിയേലിന് ഇടയായി തീർന്നു. ഞാൻ ഈ ഒരു വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചപ്പോൾ ഇപ്രകാരമാണ് വായിച്ചത്: ദാനിയേലിന്റെ ഉള്ളിൽ ഒരു എക്സലന്റ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് വായിക്കാൻ കഴിഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഉള്ളിലുള്ള ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് അവനിൽ വ്യത്യസ്തത ഉളവായത്. അതായത് ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക വഴി അവൻ എത്രത്തോളം വ്യത്യസ്തനായി തീർന്നു എന്നുള്ളതാണ് ദാനിയേലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൈവത്തോടുള്ള ആ ഒരു ബന്ധത്തിൽ അകന്നു നിന്നിട്ട് ദൈവത്തിന്റെ വചനം ഞാൻ പ്രമാണിക്കുന്നു എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് ദൈവകൃപ നമ്മുടെ മേൽ ഉണ്ടാകണമെന്നില്ല. ദൈവകൃപ നമ്മുടെ മേൽ ഉണ്ടാകണമെങ്കിൽ ഈ വാക്യം പറയുന്ന പോലെ, അതെ, റോമർ 8 പറയുന്ന പോലെ, ദൈവത്തെ സ്നേഹിക്കുക, നിർണയപ്രകാരം വിളിക്കപ്പെട്ടു എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ മാനിപ്പാൻ തക്കോണം ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ ഈ ദേശാധിപന്മാർക്കും ഈ അധ്യക്ഷന്മാർക്കും ദാനിയേലിന്റെ അസൂയ മൂത്തിട്ട് ദാനിയേലിനെ എങ്ങനെയെങ്കിലും രാജാവിന് മുമ്പാകെ നിർത്തി ശിക്ഷിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ ഒരു കുറ്റവും അവർക്ക് ഈ ദാനിയേലിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് അവർക്കൊരു ബോധ്യം വന്നു. ഈ രാജ്യത്ത് ദാനിയേല് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ ന്യായപ്രമാണത്തിനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണത്തിനാണ്. ആ ദൈവത്തിന്റെ പ്രമാണത്തെ വെല്ലുവിളിക്കുന്നതായ ഒരു കാര്യം ഈ രാജ്യത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദാനിയേല് ശിക്ഷ വിധിക്കപ്പെടും, രാജാവിന് മുമ്പാകെ കുറ്റക്കാരനായി തീരും. എന്നേക്കുമായി ദാനിയേലിനെ ഈ രാജ്യത്തു നിന്നും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഈ ദേശാധിപന്മാരും അധ്യക്ഷന്മാരും നിരൂപിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ ഒരു സൂചനയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്താൽ പ്രയോജനപ്പെടുന്നവരായ ആളുകളെ എപ്പോഴും പിശാച് ലക്ഷ്യം വെക്കും. അനേക ആളുകളെ നമുക്കെതിരായിട്ട് പിശാച് നിർത്തുവാനിടയായി തീരും. എന്നാൽ ദാനിയേൽ എന്താണ് ചെയ്തതെന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. ഈ ഒരു കാര്യം സംഭവിച്ചു. അതായത് ദാനിയേലിന്റെ ന്യായപ്രമാണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദാനിയേൽ ഒരിക്കലും തന്റെ ന്യായപ്രമാണത്തെ വിട്ടുകളയില്ല എന്ന് പൂർണ്ണമായ ഉറപ്പോടുകൂടെ രാജാവിനെ കൊണ്ട് ഒരു നിയമം പ്രഖ്യാപിപ്പിച്ചു. ആ നിയമം എന്ന് പറയുന്നത്, അടുത്ത ഒരു 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റൊരാളോടും പ്രാർത്ഥിക്കരുതെന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇത്രയും പേര്, അതായത് ഈ 120 ദേശാധിപതികളും അതേപോലെ തന്നെ 2 അധ്യക്ഷന്മാരും രാജാവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഇങ്ങനെയുള്ളൊരു കാര്യം ഉണർത്തിച്ചപ്പോൾ രാജാവിന് അത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ ഒരു പ്രസ്താവ്യമായ കാര്യം, ഈ ദാരിയവേശ രാജാവ് ദാനിയേലിനോട് വളരെയധികം അടുത്തു നിൽക്കുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ അധികാരത്തിന്റെ പവർ എന്താണെന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ രാജാവിനെ കൊണ്ട് അപ്രകാരം ഒരു നിയമം ഉണ്ടാക്കിച്ചിട്ട് അത് ആ രാജ്യം മുഴുവൻ നടപ്പിലാക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അതേ, മേദ്യരുടെയും പാർസികളുടെയും നിയമങ്ങൾ ഒരിക്കലും തിരുത്താനോ നീക്കം വരുത്തുവാനോ കഴിയില്ല എന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നിലപാടും നിയമവുമായതുകൊണ്ട് അതിനെ ലംഘിക്കുവാൻ രാജാവിന് പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ് കൽപ്പന? ഈ അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതോ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതോ കണ്ടാൽ അവരെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കൊന്നുകളയണം എന്നുള്ളതാണ് രാജാവിന്റെ കൽപ്പന. എന്നിട്ട് ഈ ആളുകൾ ദാനിയേലിന്റെ പുറകെ നടക്കാൻ തുടങ്ങി. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ നോക്കണേ, എന്താണ് ദാനിയേൽ ചെയ്തത്? രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, നോക്കൂ, അവിടെ സംഭവിക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അങ്ങനെ ഒരു രേഖ വന്നാൽ ദാനിയേൽ ഒളിച്ചു മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിക്കുകയില്ല. പക്ഷെ ദാനിയേലിന് തൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുത്തുവാനിടയായില്ല. ദാനിയേൽ അത് ചെയ്തില്ല. അല്ലെങ്കിൽ ദാനിയേലിൻ്റെ ആ ഒരു എക്സലന്റ് സ്പിരിറ്റ്, അവൻ്റെ ഉള്ളിൽ ഉള്ളതായ ആ ഉത്കൃഷ്ട മാനസം
ഒരിക്കലും അപ്രകാരമുള്ള ഒരു വ്യത്യാസത്തിലേക്ക് ദാനിയേൽ പോകുവാനിടയായി തീർന്നില്ല. ഇതാണ് നമുക്ക് പിൻപറ്റുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മാതൃക. സാധാരണയായിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? ഒരു രാജാവ് ഇപ്രകാരം കൽപ്പന പുറപ്പെടുവിച്ചാൽ നമ്മൾ ഭയത്തോടുകൂടി ഇരിക്കും. നമ്മൾ പറയും, വളരെ ബുദ്ധിയോടുകൂടെ പെരുമാറുന്നതാണ് നല്ലത്, പ്രാർത്ഥിക്കേണ്ട, അല്ലെങ്കിൽ രാജാവിൻ്റെ കൽപ്പന ലംഘിക്കേണ്ട. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് രാജകൽപ്പന ലംഘിക്കാനോ ഒന്നുമല്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നാം അവരുടെ പക്ഷമല്ല, അവർ നമ്മുടെ പക്ഷം ചേരും. ദാനിയേലിന് അപ്രകാരമുള്ള ഒരു പൂർണ്ണമായ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ എന്താ ചെയ്തത്? തൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റം വരുത്തുവാൻ ദാനിയേൽ തയ്യാറായില്ല. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇത് തൻ്റെ ആത്മീയ ജീവിതത്തിനെതിരെയുള്ള ഒരു പിശാചിൻ്റെ ആക്രമണമാണ് എന്ന് തിരിച്ചറിഞ്ഞ ദാനിയേൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഈ രാജാവിനേക്കാളും, രാജാവിൻ്റെ നിയമങ്ങളെക്കാളും പ്രമാണങ്ങളെക്കാളും ദൈവത്തിനും ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിനും സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. തൻ്റെ ജീവനെ താൻ ഭയപ്പെട്ടില്ല. തനിക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെക്കുറിച്ചും തൻ്റെ അഭിമാനത്തിന്, രാജ്യത്തുള്ള തൻ്റെ ഇമേജിന്, തൻ്റെ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുമെന്നുള്ള ഭയവും ദാനിയേലിന് ഇല്ലായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഭയത്തിൻ്റെ അടിമത്തത്തിലും അതേപോലെ തന്നെ നമ്മൾ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഇമേജിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെയാണ്. പക്ഷേ ഒരു ദൈവവും ആ ദൈവത്തിൻ്റെ പ്രമാണം എന്നുള്ള വിഷയത്തിൽ ദാനിയേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതാണ് നമ്മൾ റോമർ 8:28 വായിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു മെഴുകുതിരി കത്തിച്ചല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ പണം കൊടുത്തല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പണം കൊടുക്കും, അല്ലെങ്കിൽ ദൈവത്തെ ഇപ്രകാരം നമ്മൾ മാനിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനത്തിൻ്റെ ആ ഒരു പ്രമാണത്തിൻ്റെ അനുസരണമാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്. അത് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ വചനഭാഗം ഞാൻ ഇവിടെ നിർത്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത് ദൈവമായിരിക്കണം. ദൈവമായിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവൻ്റെ പ്രമാണങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ ജീവിതം വചനത്തിൻ്റെ അനുസരണത്തിലായിരിക്കണമെന്നുള്ള ആ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യവും ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാനിയേലിനെ പോലെ ദൈവത്തിനും അവൻ്റെ പ്രമാണത്തിനും പ്രാധാന്യം കൊടുത്ത് അവനെ സ്നേഹിക്കുവാനും, പ്രതികൂലങ്ങളുടെ നടുവിൽ അതൊന്നും തന്നെ എന്നെ ബാധിക്കില്ല, ഇതെല്ലാം തന്നെ എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനും, എന്ന് ഉറപ്പിക്കുവാനും, വിശ്വസിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതേ ദൈവത്താലുള്ള ആ അനുഗ്രഹം ദേശത്ത് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതം മൂലം ദേശം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ആ ഒരു ചിന്തയിലേക്കും ആ ഒരു തീരുമാനത്തിലേക്കും നമുക്ക് കടന്നു വരുവാൻ സാധിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മെ തന്നെ ദൈവത്തിലേക്കൊന്ന് സമർപ്പിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം ഭാഗം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദാനിയേലിനെ പോലെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ മുന്നോട്ട് പോകുവാൻ, വിശ്വസ്തരായിരിക്കാൻ, കേവലം ദാനിയേലിൻ്റെ ജീവിതം, അവൻ്റെ ഉള്ളിലുള്ള ആ എക്സലൻസ് സ്പിരിറ്റ്, ഉത്കൃഷ്ട മാനസം, രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആത്മീയ ജീവിതത്തിലും തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളിന്ന് മനസ്സിലാക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.